ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജീസ് ഡിലൈറ്റ്. അങ്ങനെ വീണ്ടും ഒരു ഓണക്കാലം വരികയാണ്. ഓണത്തിന് ഒട്ടും ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു സംഭവമാണ് നെയ്യ്. അപ്പൊ ഇന്ന് നമുക്ക് പാൽപ്പാട എടുത്ത് നല്ല ശുദ്ധമായ നെയ്യ് ഉണ്ടാക്കാം. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാം. നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലോണം പാട കിട്ടണം. അതിനുവേണ്ടി വീട്ടിൽ പശുവും പാലൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ അത് നന്നായി തിളപ്പിച്ച് ചൂടാറിയതിനു ശേഷം ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം അതിന്റെ മുകളിൽ നല്ല തിക്കായിട്ടുള്ള ഒരു ക്രീം ഉണ്ടാവും. എന്നിട്ട് ഈ പാട കോരി ഒരു ബോക്സിലാക്കി ഫ്രീസറിൽ വെക്കുക. അങ്ങനെ ഓരോ ദിവസം ഇതേപോലെ പാട മാറ്റി വെച്ചിട്ട് ബോക്സ് നിറയുമ്പോൾ നമുക്ക് നെയ്യ് ഉണ്ടാക്കാം. നെയ്യ് ഉണ്ടാക്കുന്ന ദിവസം വരെ ഈ ബോക്സ് ഫ്രീസറിൽ തന്നെ വെച്ചോലോ, ഇല്ലെങ്കിൽ ആ പാട ചീത്തയായി പോകും. ഇവിടെ വീട്ടിൽ പാക്കറ്റ് പാല് വരുത്തുന്ന കാരണം എൻ്റെ ചേച്ചി അഞ്ചേച്ചിയാണ് എനിക്ക് ഈ ബോക്സ് പാട തന്നത്. അപ്പൊ താങ്ക് യു അഞ്ചേച്ചി. അങ്ങനെ നെയ്യ് ഉണ്ടാക്കാൻ തീരുമാനിച്ച ദിവസം ഈ പാൽപ്പാട നിറഞ്ഞ ബോക്സ് ഫ്രീസറിൽ നിന്ന് 3-4 മണിക്കൂർ മുമ്പ് തന്നെ പുറത്തെടുത്ത് വെക്കുക. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് എടുക്കാൻ കിട്ടും. നിങ്ങളുടെ ക്രീം ഇല്ലെങ്കിൽ പാടയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മുടെ മിക്സിയിലെ വലിയ ജാറിൽ 2-3 ബാച്ചസ് ആയിട്ട് നമുക്കിത് അടിച്ചെടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പാട ഇട്ടു. പിന്നെ അതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഫ്രിഡ്ജിലെ വെള്ളം തന്നെ ഒഴിച്ചോളോ, അപ്പോഴാണ് ബട്ടർ പെട്ടെന്ന് ആയി കിട്ടുക. കൂടെ 5 to 10 ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം. അപ്പം മിക്സി ഒട്ടും ചൂടാവില്ല. ഇവിടെ വീട്ടിലെ ഐസ് ക്യൂബ്സ് കുറവായിരുന്നു, പക്ഷെ നോ പ്രോബ്ലം, തണുത്ത വെള്ളം ഇഷ്ടപ്രകാരം ഉണ്ടായിരുന്നു. മിക്സിയിൽ അടിക്കുന്ന നേരത്ത് ആദ്യം 2-3 പ്രാവശ്യം പൾസ് ചെയ്തതിന് ശേഷം നല്ല ഹൈ സ്പീഡിലിട്ടിട്ട് കുറച്ച് നേരം അടിക്കുക. അതൊന്ന് ചെറുതായി ബട്ടറായിട്ട് വരാൻ തുടങ്ങുമ്പോൾ വീണ്ടും കുറച്ചുകൂടി തണുത്ത വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും നന്നായി അടിച്ചെടുക്കുക. ഇതാ നോക്ക്, നമുക്ക് നല്ല അടിപൊളി ബട്ടർ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ക്ലീൻ ഹാൻഡ്സ് കൊണ്ട് അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് മാറ്റി നമ്മൾ നേരത്തെ മാറ്റി വെച്ച് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും അടിച്ചെടുക്കുക. അങ്ങനെ കിട്ടാവുന്ന മാക്സിമം ബട്ടർ നമ്മൾ അടിച്ചടിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ബട്ടറിൽ പാലിൻ്റെ അംശമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് 3-4 പ്രാവശ്യം നന്നായി കഴുകി വാട്ടർ ഒന്ന് കുറച്ച് ക്ലിയർ ആക്കി എടുക്കുക. ഇത് ഇതേപോലെ കുറച്ച് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ കഴുകിയെടുക്കുക. അതേപോലെ കഴുകുമ്പോൾ തണുത്ത വെള്ളം തന്നെ യൂസ് ചെയ്യാനായിട്ട് മറക്കരുത്. ബട്ടർ മെൽറ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തണുത്ത വെള്ളത്തോണ്ട് തന്നെ കഴുകാനായിട്ട് പറയണേ. ഇപ്പോൾ അതാ ബട്ടറൊക്കെ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ അത്യാവശ്യം നല്ല ക്ലിയർ ആണ്. പിന്നെ ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതിങ്ങനെ കയ്യിലിട്ടിട്ട് ഉരുട്ടുമ്പോൾ പൊക്കോളും. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് ബട്ടർ ഇതാ റെഡിയാണ്. ഇതിലും പ്യുവർ ആയിട്ടുള്ള ബട്ടർ നമുക്ക് എവിടെ കിട്ടാനാ? ഇത് നമുക്ക് മാത്രമല്ല കുട്ടികൾക്കും വിശ്വസിച്ച് കൊടുക്കാൻ പറ്റും. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് മാറ്റി നല്ല വൃത്തിയിലെ എയർ ടൈറ്റ് ബോക്സിൽ സൂക്ഷിക്കാം. അതിനുശേഷം ഇതിൽ കേക്കും കുക്കീസും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇപ്പം നമ്മളിത് വെണ്ണയായിട്ടല്ല യൂസ് ചെയ്യാൻ പോണേ, നമ്മളിത് നെയ്യ് ഉണ്ടാക്കാൻ പോവാണ്. അതിനുവേണ്ടി നല്ല കട്ടിയിലൊരു ചീഞ്ചട്ടി എടുക്കുക. അതിലേക്ക് നമ്മൾ ഈ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ഫ്ലെയിം ഹൈയിൽ വെക്കാം. ബട്ടർ ഒന്ന് മെൽറ്റ് ആവാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം മീഡിയത്തിലാക്കാം. ഇതിലേക്ക് ഒരു 5-6 കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇത് ക്രിസ്പി ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ നെയ്യും റെഡി ആയിട്ടുണ്ടെന്ന്. പോരാത്തതിന് ഇത് നമ്മുടെ നെയ്യിന് നല്ലൊരു മണവും തരും. അപ്പോൾ ഇതാണ് നമ്മുടെ കറിവേപ്പിലയുടെ ട്രിക്ക്. ഇപ്പോൾ അതായത് മെൽറ്റായിട്ട് പതഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം മീഡിയം ടു ലോ തന്നെ വെച്ചോളോ. അതേപോലെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോളോ. ഇതിങ്ങനെയൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും നെയ്യ് ആയിട്ടുണ്ടെന്ന്, പക്ഷെ ആയിട്ടില്ല. ഇതിൽ ചെറിയ പാലിൻ്റെ തരികളുണ്ട്. അപ്പോൾ അതൊക്കെ മൂത്ത് നല്ല ബ്രൗൺ കളറായിട്ട് വരണം. അറ്റ്ലീസ്റ്റ് ഒരു ലൈറ്റ് ബ്രൗണെങ്കിലും ആവണം. അപ്പോഴാണ് നമ്മുടെ നെയ്യ് ആവുള്ളൂ. ഇല്ലെങ്കിൽ നെയ്യ് മൂക്കാണ്ട് അത് ചിലപ്പോൾ ചീത്തയായി പോവും. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് പഠിച്ചു കൊടുത്തോളോ. ഇതാ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജ് ആയി തുടങ്ങി. ഇപ്പോഴും ഇതായിട്ടില്ല, ഇനിയും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതാ നോക്ക്, ഈ ഒരു സ്റ്റേജിൽ അതായത് നന്നായി തിളച്ച് പതയൊക്കെ പൊന്തി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പത പൊന്തി വരുമ്പോൾ ഇത് പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ പാത്രം വെച്ചോളാം. ഇല്ലെങ്കിൽ നമ്മുടെ കടായി ചെറുതാണെങ്കിൽ അത് ചിലപ്പോൾ ഓവർഫ്ലോ ആവും. ഇപ്പോൾ പതയൊക്കെ കുറഞ്ഞു. അതേപോലെ നെയ്യ് കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ ആ തരികളൊക്കെ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതേപോലെ കറിവേപ്പിലയും ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് കട്ടിയിലെ ചട്ടിയായ കാരണം അതിൻ്റെ ചൂടിൽ കുറച്ചും കൂടി ഇരുന്നിട്ട് നോക്കും. അപ്പോൾ അതൊന്ന് ചൂടാറുമ്പോഴേക്കും ഒന്ന് അരിച്ചെടുക്കാം. ഇതിങ്ങനെ അരിച്ചെടുക്കാൻ നേരത്ത് കൈയൊന്നും പൊള്ളിക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചോളോ. അതേപോലെ നല്ല നൈസായിട്ടുള്ള അരിപ്പയിൽ അരിച്ചെടുത്താൽ ഒട്ടും തരിയില്ലാണ്ട് നിങ്ങൾക്ക് നല്ല നെയ്യ് കിട്ടും.
ഇതിന്റെ കളർ കണ്ടിട്ടൊന്നും പേടിക്കേണ്ട. ഇത് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും കടയിൽ നിന്ന് മേടിക്കുന്ന അതേ കളറിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇത് പുറത്ത് തന്നെ എത്ര കാലം വേണമെങ്കിലും ഇരുന്നോളൂ. കാരണം ഇത് നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതാ നോക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കടയിൽ നിന്ന് മേടിക്കുന്ന കളറൊക്കെ ഇല്ലേ, ഇതിൽ മഞ്ഞളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇതാണ് നമ്മുടെ സൂപ്പർ ഡൂപ്പർ പ്യോർ ഹോം മെയ്ഡ് നെയ്യ്. അപ്പം എല്ലാവരും നല്ല മണവും സ്വാദുമുള്ള നല്ല പ്യോർ നെയ്യ് ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ സദ്യ കഴിക്കും. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.